സെറ്റ് തെ സ്ട്രീം എഡിറ്റർ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സെറ്റ് കമാൻഡിന്റെ ഉപയോഗം. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ബാഷ് വെർഷൻ 4224. ഈ ട്യൂട്ടോറിയൽ പരിശീലിക്കുന്നതിനായി GNU ബാഷ് 4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വെർഷൻ ഉപയോഗിക്കുക. ഇതിനായി ലിനക്സ് ടെർമിനലിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. sedന്റെ ആമുഖം നോക്കാം. sed ഒരു സ്ട്രീം എഡിറ്റർ ആണ്. ഒരു ഫയലിലെ പ്രത്യേക ലൊക്കേഷനിൽ sed ചില ടെക്സ്റ്റ് പാറ്റേൺ കണ്ടുപിടിക്കുന്നു. ഇത് ചില ഡിസ്പ്ലേ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫങ്ഷൻ നിർവഹിക്കുന്നു. മാച്ച്ഡ് ടെക്സ്റ്റിൽ ഇൻസർഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഡിലീഷൻ തുടങ്ങിയ എഡിറ്റിംഗ് ഫങ്ഷനുകൾ. ചില ഉദാഹരണങ്ങളിലൂടെ ആദ്യം തുടങ്ങാം. sed കമാൻഡ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ഹോം ഡയറക്ടറിയിൽ seddemo.txt എന്ന ഫയൽ എനിക്കുണ്ട്. ഇതിന്റെ ഉള്ളടക്കം നോക്കാം. റോൾ നമ്പർ, നാമെ, സ്ട്രീം, മാർക്സ്, പാസ് അല്ലെങ്കിൽ ഫെയിൽ, സ്റ്റൈപ്പൻഡ് തുടങ്ങിയ ചില എൻട്രീസ് ഈ ഫയലിലുണ്ട്. ഇപ്പോൾ ഫയലിന്റെ രണ്ടാമത്തെ വരി പ്രിന്റ് ചെയ്യണമെന്ന് കരുതുക. ടെർമിനൽ തുറക്കുക. ടൈപ്പ് ചെയ്യുക sed സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 2p സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. ഇവിടെ 2 ലൊക്കേഷൻ സൂചിപ്പിക്കുന്നു, അതായത് രണ്ടാമത്തെ വരി. p ആക്ഷനെ കാണിക്കുന്നു, അതായത് പ്രിന്റിംഗ്. ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കാം. ഇത് ഫയൽ മുഴുവൻ കാണിക്കുന്നു, എന്നാൽ രണ്ടാമത്തെ വരി 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഇതാണ് ആക്ഷൻ pയുടെ ഡിഫോൾട്ട് ബിഹേവിയർ. രണ്ടാമത്തെ വരി മാത്രം പ്രിന്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്യുക sed സ്പേസ് -n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 2p സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. രണ്ടാമത്തെ വരി മാത്രം പ്രിന്റ് ചെയ്യപ്പെട്ടു. -n എന്നാൽ സൈലന്റ് മോഡ്. ഇത് അനാവശ്യമായ ഔട്ട്പുട്ട് സപ്രസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട സ്ട്രീമിലെ ലൊക്കേഷൻ നൽകുന്നു. നമുക്ക് രണ്ടാമത്തെ വരി സിലക്റ്റ് ചെയ്യണം. p നമുക്ക് ചെയ്യേണ്ട ആക്ഷനെ സൂചിപ്പിക്കുന്നു, അതായത് രണ്ടാമത്തെ വരി പ്രിന്റ് ചെയ്യുക. seddemo.txt ഫയലിന്റെ പേര്. ഇതാണ് sed കമാൻഡിന്റെ ഘടന. ഇപ്പോൾ ഫയലിന്റെ അവസാനത്തെ വരി പ്രിന്റ് ചെയ്യാം. പ്രോംപ്റ്റ് വൃത്തിയാക്കട്ടെ. ടൈപ്പ് ചെയ്യുക sed സ്പേസ് -n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ $p സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. അവസാനത്തെ വരി പ്രിന്റ് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാം. ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് വരിക. 3 മുതൽ 6 വരെയുള്ള എൻട്രീസ് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് കരുതുക. ഇതിനായി ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക sed സ്പേസ് -n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 3, 6p സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. മൂന്നാമത്തെ വരി മുതൽ 6ാമത്തെ വരി വരെ ഔട്ട്പുട്ട് ആയി കാണിക്കുന്നു. ഏതെങ്കിലും ആക്ഷൻ തടയണമെങ്കിൽ ആക്ഷന് മുമ്പിലായി എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നു. 3 മുതൽ 6 വരെ ഒഴികെ മറ്റെല്ലാ വരികളും പ്രിന്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക sed സ്പേസ് -n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 3, 6 എക്സ്ക്ലമേഷൻ മാർക്ക് p സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. സ്ലൈഡുകളിലേക്ക് തിരികെ വരാം. ലൈൻ അഡ്രസിംഗും കോണ്ടെക്സ്റ്റ് അഡ്രസിംഗും. ഇതുവരെ നമ്മൾ ആക്ഷൻ ആവശ്യമുള്ള ലൈനുകളാണ് സ്പെസിഫൈ ചെയ്തത്.
ഇതിനെ ലൈൻ അഡ്രസിംഗ് എന്ന് പറയുന്നു. അഡ്രസ് ലൈൻ നമ്പേർസ് വഴി സ്പെസിഫൈ ചെയ്യുന്നു. ഇതാണ് അഡ്രസ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം. മറ്റൊരു മാർഗം ആണ് കോണ്ടെക്സ്റ്റ് അഡ്രസിംഗ്. ഒരു വാക്ക് പോലുള്ള പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്ന ലൈനുകൾ. ഒരു പ്രത്യേക വാക്ക് ഉൾക്കൊള്ളുന്ന ലൈനുകളിൽ ആക്ഷൻ നടത്തണമെങ്കിൽ കോണ്ടെക്സ്റ്റ് അഡ്രസിംഗ് ഉപയോഗിക്കുന്നു. റെഗുലർ എക്സ്പ്രഷൻസും ഉപയോഗിക്കാം. ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിലേക്ക് തിരികെ വരിക. നമുക്ക് കമ്പ്യൂട്ടർസ് എന്ന വാക്കുള്ള വരികൾ പ്രിന്റ് ചെയ്യണം. ടെർമിനലിലേക്ക് തിരികെ വരാം. ടൈപ്പ് ചെയ്യുക z സ്പേസ് n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ / തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ചെറിയക്ഷരം c വലിയക്ഷരം C അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് OMPUTERS കമ്പ്യൂട്ടർസ് /p സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt എന്റർ പ്രസ് ചെയ്യുക. കമ്പ്യൂട്ടർസ് എന്ന വാക്കുള്ള വരികൾ കാണിക്കുന്നത് നമുക്ക് കാണാം. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലെ പാറ്റർൻ സ്ക്വയർ ബ്രാക്കറ്റ്സിലെ ക്യാരക്ടറുകളിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യുന്നതിനാണിത്. മാച്ച് ചെയ്യേണ്ട പാറ്റർൻ ഫ്രണ്ട് സ്ലാഷുകൾക്ക് ഇടയിൽ എഴുതുന്നു. W ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫയലും പ്രിന്റ് ചെയ്യാൻ കഴിയുന്നു. ഇതിനായി ടൈപ്പ് ചെയ്യുക z സ്പേസ് n സ്പേസ് സിംഗിൾ quotesനുള്ളിൽ / തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ചെറിയക്ഷരം c വലിയക്ഷരം C അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് OMPUTERS കമ്പ്യൂട്ടർസ് /w സ്പേസ് computer _ student.txt സ്പേസിന് ശേഷം seddemo.txt എന്റർ പ്രസ് ചെയ്യുക. എല്ലാ മാച്ചിങ് ലൈൻസും ഇപ്പോൾ computer _ student.txt ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. computer studentന്റെ ഉള്ളടക്കം കാണാം. ടൈപ്പ് ചെയ്യുക cat സ്പേസ് computer _ student.txt എന്റർ പ്രസ് ചെയ്യുക. നമുക്ക് എൻട്രീസ് കാണാം. വിവിധ ഫയലുകളിലായി റൈറ്റ് ചെയ്യേണ്ട പാറ്റർൻസും കൊടുക്കാൻ കഴിയുന്നു. പ്രോംപ്റ്റ് വൃത്തിയാക്കാം. ടൈപ്പ് ചെയ്യുക z സ്പേസ് n സ്പേസ് -e സ്പേസ് സിംഗിൾ quotesനുള്ളിൽ / electronics / w സ്പേസ് electro.txt സിംഗിൾ quotesന് ശേഷം -e സ്പേസ് സിംഗിൾ quotesനുള്ളിൽ / civil / w സ്പേസ് civil.txt സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ ഒന്നിലധികം മെത്തോഡ്സ് കമ്പൈൻ ചെയ്യാൻ -e ഉപയോഗിച്ചു. ഇത് രണ്ട് ഫയലുകൾ സൃഷ്ടിക്കുന്നു. electro.txt civil.txt ഇവയുടെ ഉള്ളടക്കം കാണാൻ ടൈപ്പ് ചെയ്യുക cat സ്പേസ് electro.txt ഇത് ഇലക്ട്രോണിക്സ് എന്ന വാക്കുകളുടെ എൻട്രീസ് കാണിക്കുന്നു. സിവിൽ ഫയലിന്റെ ഉള്ളടക്കം നോക്കാം. ടൈപ്പ് ചെയ്യുക cat സ്പേസ് civil.txt എന്റർ പ്രസ് ചെയ്യുക. സിവിൽ എന്ന വാക്കുള്ള എൻട്രീസ് ഇത് കാണിക്കും. മറ്റ് ട്യൂട്ടോറിയലിൽ മറ്റ് കമാൻഡുകൾ കാണാം. ഞാൻ ഇതേ പ്രോഗ്രാം ഉപയോഗിക്കും. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്ലൈഡിലേക്ക് തിരികെ വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സെറ്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നത്, ലൈൻ അഡ്രസിംഗ്, കോണ്ടെക്സ്റ്റ് അഡ്രസിംഗ്. ഒരു അസൈൻമെന്റ് seddemo.txt ടെക്സ്റ്റ് ഫയൽ ഉപയോഗിക്കുക. 6 മുതൽ 12 വരെയുള്ള ലൈനുകളിലെ റെക്കോർഡ്സ് പ്രിന്റ് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക.
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.